BJP തിരുവനന്തപുരം പിടിച്ചു. തിരുവനന്തപുരം പിടിച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇനിയും കേരളം പിടിക്കാൻ പ്രയാസമില്ല. തിരുവനന്തപുരത്ത് ഇനിയിപ്പം തലസ്ഥാന നഗരം ഈ പറയുന്ന 2026 വേറെ ഏതെങ്കിലും പാർട്ടി, BJPക്ക് ഇപ്പുറം വേറെ ഏതെങ്കിലും പാർട്ടി ഭരിച്ചാൽ പോലും തലസ്ഥാനത്തെ മേയറും തലസ്ഥാനത്തിൻ്റെ അറിയാമല്ലോ, നമ്മുടെ കേന്ദ്രം മൊത്തം ഭരിക്കുമ്പോഴും നമ്മുടെ ഡൽഹി ആം ആദ്മി പാർട്ടി ഭരിച്ച പോലുള്ള ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ല. ആരാ ഇരുന്നുകൊണ്ട് തലസ്ഥാന നഗരത്തിൻ്റെ, അത് തലസ്ഥാന നഗരത്തിൻ്റെ കസ്റ്റോഡിയൻ. അല്ലാതെ ഏത് VIP വന്നാലും മേയറാണ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മുഖ്യമന്ത്രി പോലും. അറിയാം, മേയർക്ക് പ്രത്യേക കൂട്ടുമൊക്കെ ഉണ്ട്. ആ കൂട്ടുമൊക്കെ ഷെറീഫ് ഓഫ് ദി സിറ്റി. അപ്പം അത് വരുന്നുണ്ട്. അപ്പം 50 സീറ്റിൽ പുറത്ത്, അത് കേവല ഭൂരിപക്ഷത്തിനടുത്ത്, ഏറ്റവും എണ്ണം കൂടുതൽ മതി ഈ നഗരസഭ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന് 50 സീറ്റ്, അതായത് നല്ല ഭൂരിപക്ഷം തന്നെയുണ്ട്. അപ്പോൾ മേയറെ തീരുമാനിക്കാൻ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം ഞെട്ടിച്ചതെന്ന് പറഞ്ഞാൽ RCയുടെ, അതായത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങും അല്ലെങ്കിൽ ഇലക്ഷനകത്ത് പുള്ളിയുടെ എങ്ങനെ ആവണം അല്ലെങ്കിൽ എങ്ങനെ പോകണം, ആധുനികമായിട്ടുള്ള ഒരു പരസ്യവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നീക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് പുള്ളി ഇട്ടുകൊടുത്ത ക്യാൻഡിഡേറ്റ്സിനെ കണ്ട് ബാക്കിയുള്ള പാർട്ടിക്കാർ ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് ശബരിനാഥമൊക്കെ പുറത്തു നിന്ന് ഇറങ്ങി വന്ന് മുൻ MLA ഞങ്ങളുടെ സ്ഥാനാർത്ഥി. കോൺഗ്രസിനൊക്കെ അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. CPMനും ഏതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥികളാണ്, ഞങ്ങൾ തീരുമാനിക്കുന്നവരൊക്കെ സ്ഥാനാർത്ഥികളാണ്. അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ മേയർ കൊല്ലത്തെ പറഞ്ഞില്ല, ഞങ്ങൾ തീരുമാനിക്കുന്നതല്ല ഓക്കെ എന്ന് പറയുന്നിടത്താണ്. പക്ഷെ അപ്പം CPMന് തീരുമാനിക്കേണ്ടി വന്നു, പുനർചിന്തനം നടത്തേണ്ടി വന്നു. ഓരോരുത്തർക്കും സ്ഥാനാർത്ഥികളെ വളരെ കൃത്യതയോടും അല്ലെങ്കിൽ വ്യക്തതയോടും അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും അവതരിപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയ ആളിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു. അങ്ങനെ മത്സരിച്ചു. അപ്പോൾ അതിനകത്തൊക്കെ നമ്മുടെ BJPയുടെ ക്യാൻഡിഡേറ്റ്സ് ഒന്നിനൊന്നിനും വെച്ചു. അപ്പം ജയിച്ചു വന്നവരെല്ലാം ഈ പറയുന്നത്, ഒന്ന് പറയുമ്പോൾ ശ്രീലേഖ IPS കൊടിയെടുത്തുകൊണ്ട് റോഡിൽ കിടന്ന് തുള്ളുന്നു, അല്ലെങ്കിൽ സാധാരണക്കാരുടെ കൂടെ ഇടപെടും. അപ്പോൾ ഓരോരുത്തരെടുത്ത് വേറൊരാളെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ്, ഇപ്പം നേമത്തു നിന്ന് മത്സരിച്ച MR സോമൻ, മനസ്സിലായില്ലേ, പിന്നെ രാജേഷ് ജില്ലാ പ്രസിഡന്റ്. അപ്പോൾ നോക്കുമ്പോഴെല്ലാവരും ആരെ തീരുമാനിക്കും, ഒന്നുക്കൊന്നൊക്കെ വെച്ചാൽ നിരത്തി നിർത്തിയാൽ ആ രീതിയിലേക്ക് വരികയാണ്. അപ്പം തീരുമാനം ഇവിടെ നടക്കത്തില്ല. തീരുമാനിക്കേണ്ടി വരും. ഇവിടെ തീരുമാനിച്ചാൽ ഒരിക്കലും തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അല്ലെങ്കിൽ അമിത്ഷാ വരുന്നു, കേന്ദ്രം ഇടപെടുമെന്ന് തന്നെയാണ്. കാരണം തിരുവനന്തപുരത്തിൻ്റെ വിഷയത്തിനകത്ത് മോദി ഇടപെടുന്നു. അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു മോദിയുടെ മാസ്റ്റർ പ്ലാൻ, മോദി വികസന രേഖ അവതരിപ്പിക്കുന്നു. കളിയാക്കി, മുരളീധരൻ കളിയാക്കി വികസന രേഖ അവതരിപ്പിക്കുന്ന മേയറായിടും. അത് എല്ലാവർക്കും അറിയാം. ഈ K മുരളീധരൻ എല്ലാവരെയും കളിയാക്കുന്ന ഈ ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മുഖമാണല്ലോ പുള്ളി, കണ്ടിട്ടില്ലേ? നമ്മൾ ഈ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മുടെ മുഖത്തിനകത്ത് ഇയാളുടെ മുഖം എപ്പോഴും ഇയാൾക്കുന്നു, ആ ഒരു കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാളുടെ മുഖം പോലെ പുള്ളിയുടെ മുഖം ഇരിക്കുന്നത്. കളിയാക്കല്ല, എന്ത് സാർ വേണം. ഞാൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ എൻ്റെ മുഖം കാണാറില്ല. അപ്പോൾ അതാണ് പുള്ളിയുടെ. അപ്പം പുള്ളി പറയുന്നത് അത് മേയർ അവതരിപ്പിക്കുന്നത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖരന് മലയാളിയൊക്കെ തന്നെ, പുള്ളിക്ക് ഭാഷയ്ക്കകത്ത് വേറെ വെളിയിൽ നിന്ന് പഠിച്ചതുകൊണ്ട് നമ്മുടെ അത്രയും ഫ്ലുവൻസി ഇല്ല. അതുകൊണ്ട് എല്ലാത്തിനും കയറി അങ്ങ് അറിവില്ലാത്തവനാന്നുള്ള ധാരണ, അല്ലെങ്കിൽ പുള്ളിയെ മലയാളത്തിനകത്ത് വർത്താനം പറയുന്നതിനകത്ത് മുരളീധരൻ്റെ അത്രയും ഈ പറയുന്നത് ഫ്ലോ ഇല്ലെങ്കിലും മുരളീധരനെക്കാട്ടി മിടുക്കനാട്ടോ. അയാളെ മിടുക്ക് എല്ലാ രീതിയിലും തെളിയിച്ചിട്ടുള്ളവനാണ്. മന്ത്രിയായിട്ടിരുന്നപ്പോഴും രാഷ്ട്രീയക്കാരനായിട്ടിരുന്നപ്പോഴും ബിസിനസ്സിനകത്തും ഒക്കെ തെളിയിച്ചിട്ടുള്ള. ഇപ്പോൾ ഏറ്റവും അവസാനം അയാളെ ഇവിടെ ഏൽപ്പിച്ച കാര്യം തുടക്കത്തിൽ അയാൾ തെളിയിച്ചു കഴിഞ്ഞു. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് 40 കൊല്ലത്തിന് അപ്പുറം ഇരുന്ന നിസ്സാരമായിട്ട് കാണാൻ പറ്റാത്ത ഒരു വലിയ പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമല്ല. ഞങ്ങളുടെ അട്ടിപ്പാറാണെന്ന് പറഞ്ഞുകൊണ്ട് അട്ടിപ്പാറാണ്, അത് നിസ്സാര കാര്യം. അപ്പോൾ തിരിച്ചു പിടിച്ചു. അപ്പം തിരിച്ചു പിടിച്ചതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എല്ലാം തൃശ്ശൂർ പൂരത്തിന് ആന നിരത്തി നിർത്തിയേക്കുന്ന പ്രതീതിയാണ് സാറേ. അന്ന് എല്ലാം നമ്മൾ നോക്കത്തില്ലേ, ഇതാണോ വലിയ ആന, ഇവൻ്റെ സൗന്ദര്യം കണ്ടു. അടുത്ത നോക്കുമ്പോൾ ഇതാണോ വലിയ ആന, ഇതിൻ്റെ സൗന്ദര്യം കണ്ടു. അതുപോലെ എല്ലാം ഇവിടെ ജയിച്ചവർ മൊത്തം ഒന്നുകൊന്നുക്ക് മെച്ചമാണ്. അപ്പോൾ തീരുമാനിക്കേണ്ടി വരുന്നത് കേന്ദ്രം തീരുമാനിക്കേണ്ടി വരും. അതിനകത്ത് അമിത്ഷാ ഇടപെടേണ്ടി വരും. കാരണം നരേന്ദ്രമോദി ഇടപെട്ടിരുന്നു. കാരണം ഇയാൾ പറഞ്ഞപ്പോൾ കളിയാക്കിയല്ലേ പ്രധാനമന്ത്രി ഇടപെടുമെന്ന്. ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം ട്വീറ്റ് ചെയ്തു നരേന്ദ്രമോദി. അതാ മോദി, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആ പ്രധാനമന്ത്രി ഇങ്ങേയറ്റം കിടക്കുന്ന, കേരളത്തിൻ്റെ ഇങ്ങേയറ്റം കിടക്കുന്ന തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനകത്ത് BJP വന്നപ്പോൾ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഡൽഹിയിലിരുന്ന്, എവിടെയായിരുന്നു എനിക്കറിയാം, ഡൽഹിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടെ ഇരുന്ന് അതിന് ജോർദാനിലേക്ക് പോയിരിക്കും. അതെ, എന്നാൽ ജോർദാനിലിരുന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരുവനന്തപുരത്തിനകത്ത് അദ്ദേഹം കൊണ്ടുവരാൻ പോരുന്ന വികസന കാഴ്ചപ്പാട് അത് RC പറഞ്ഞതിന് പോലെയായിരിക്കും. മേയറെ തീരുമാനിക്കും. ശ്രീലേഖ ആവാം, രാജേഷ് ആവാം, ഈ പറയുന്ന ഗോപനാവാം, 50 പേരിൽ ആരുമാകാം.
പക്ഷേ ഈ 50 പേരിൽ ഏറ്റവും മെച്ചപ്പെട്ട മികച്ച ആളിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വളരെ കൃത്യമായിട്ടായിരിക്കും. BJP മേയറെ ഞെട്ടിക്കും, അടുത്ത 5 കൊല്ലവും ഞെട്ടിക്കും. അവിടെ നിന്ന് പണ്ട് സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ നേരത്തെ തിരുവനന്തപുരത്ത് വെച്ച് BJPയുടെ വലിയ ഈ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ എല്ലാം കൂടെ കൂടിയിരുന്നൊരു യോഗത്തിനകത്ത് പറഞ്ഞാൽ നമുക്കൊരു മേയർ ഉണ്ടാവണം, മേയറിൽ നിന്നൊക്കെ MLA ഉണ്ടാവും, MP ഉണ്ടാവും. അതിന് പുള്ളിയെന്ന് പറഞ്ഞു കൊടുത്ത് മേയർ ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ കൗൺസിലർമാരുണ്ടാവും, കൂടുതൽ കൗൺസിലർമാരുണ്ടാകുമ്പോൾ ജനത്തിനിടയ്ക്ക് ഇടപഴകാൻ സാധിക്കും. നിയമസഭയിൽ നമ്മുടെ കൗൺസിലർമാർ ഭൂരിപക്ഷമാകുമ്പോൾ ആ ജനത്തിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മുടെ കൗൺസിലർമാരുണ്ടാകുമ്പോൾ നമുക്ക് വോട്ട് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നിങ്ങൾ അത് നേരത്തെ പറഞ്ഞ വളരെ ഒരു 15 കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി അറിയാമല്ലോ. നമ്മൾ മേയർ ആദ്യമേ നിങ്ങൾ രാജഗോപാൽ അതുപോലുള്ള കക്ഷിയുടെ മേയറാ ഒരിടത്ത് കൗൺസിലറായിട്ട് നിർത്തും. അപ്പോൾ അദ്ദേഹം മേയറാവുന്നതുകൊണ്ട് ബാക്കിയോടത്തെല്ലാം ആൾക്കാർ ജയിപ്പിച്ചുകൊണ്ട് വരും. അങ്ങനെ നമുക്ക് ഇവിടെ പിടിക്കാമെന്ന് പറയാം. ഏതാണ്ട് അദ്ദേഹം അന്ന് ആഗ്രഹിച്ച കാര്യം ഇന്ന് RC ഇവിടെ നടത്തമാക്കി കൊടുത്തിരിക്കുന്നു. ഏതായാലും മേയർ മോശക്കാരനല്ല. അപ്പോൾ ഈ മേയറെ തിരഞ്ഞെടുക്കുന്നതിന് കേന്ദ്രം ഇടപെടേണ്ടി വരും. കാരണം എല്ലാം ഒന്നുകൊണ്ടൊക്കെ മെച്ചമാണ്. മാത്രവുമല്ല ഈ മേയർ സ്ഥാനം നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ മേയർ തെരഞ്ഞെടുപ്പ് നേരത്തെ വളരെ ഒരു 15 കൊല്ലം മുമ്പ് ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ വിദഗ്ധനായിട്ടുള്ള ഈ അമിത്ഷാ ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ അതിന് കേന്ദ്ര ഇവരുടെ എല്ലാം കൂടെ ഒരു യോഗമായിരുന്നല്ലോ, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അന്ന് അദ്ദേഹം പറഞ്ഞതാ ആദ്യം നിങ്ങൾ ഈ പറയുന്ന പോലെ രാജഗോപാലിനെ പോലെ അല്ലെങ്കിൽ ജനങ്ങൾക്കറിയാവുന്ന ഒരാളെ മേയർ സ്ഥാനാർത്ഥിയാക്കുക. മേയർ സ്ഥാനാർത്ഥി അദ്ദേഹമാകുമ്പോൾ ഈ പറയുന്ന കോർപ്പറേഷന് അദ്ദേഹത്തെ ജനസമ്മതി ഉള്ളവനായതുകൊണ്ട് മേയർ ആക്കുന്നതിന് വേണ്ടി കൂടുതൽ കൗൺസിലർമാരെ ജയിപ്പിച്ചു തരും. അങ്ങനെ നമുക്ക് ഏതാണ്ട് 4.5 നിയമസഭാ മണ്ഡലങ്ങൾ കൂടുന്ന ഒരു വലിയ കോർപ്പറേഷൻ ആയതുകൊണ്ട് ആ കൗൺസിലർമാർ കൂടുതൽ നമ്മുടേതാകുമ്പോൾ ആ നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ഇടപഴകാൻ സാധിക്കുകയും ആ ഇടപഴകിയിൽ കൊണ്ട് അവരുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് MLA-മാരെ സൃഷ്ടിക്കാനും MP-മാരെ സൃഷ്ടിക്കാനും സാധിക്കും. ഇതിപ്പം RC രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പ്രാബല്യമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ ബന്ധമുള്ള ജനം ആശ്ചര്യത്തോടു കൂടി കാണുന്ന പ്രതീക്ഷയോടു കൂടി കാണുന്ന ശ്രീലേഖ ഉൾപ്പെടെയുള്ള 50 പേർ, ആ 50 പേരെ ഈ പറയുന്നത് പോലെ വെച്ചിട്ട് അതിനകത്ത് 4-5 പേര് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ശ്രീലേഖ IPS-നെ മേയറാക്കിക്കൊണ്ട് അടുത്ത പ്രാവശ്യം നിയമസഭാ സ്ഥാനാർത്ഥിയാക്കിയാൽ മതി. MLA 1 ബാക്കി ഒരു 4 പേരെയും കൂടെ അതുപോലെ തീരുമാനിച്ചാൽ MLA-മാരുണ്ടാവുന്നതിന് പ്രശ്നമില്ല. അടുത്ത പ്രാവശ്യം അവിടെ നിന്ന് ഉറപ്പായിട്ടും ഒരു MP ഉണ്ടാവുന്നതിനും പ്രശ്നമില്ല. അവിടുത്തെ ജനവിധിയെ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ജനവിധിയെ വളരെ കൃത്യമായിട്ട് ശശി തരൂർ അങ്ങ് പ്രശംസിച്ചിട്ടുണ്ട്. ജനത്തിൻ്റെ വിധിയെ ഞാൻ മാനിക്കുന്നു. അത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം BJP ജയിച്ചത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. അതിനകത്തൊരു വികസന കാഴ്ചപ്പാട് നാളെ കാലത്തെ തിരുവനന്തപുരത്തിന് ഒരു രക്ഷപിടിയിലും ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനകത്ത് 2 നമ്മൾ പറയത്തില്ല, അതിനകത്ത് 2 അർത്ഥം. അതെ. അപ്പൊ അതിനകത്ത് തരൂർ പറഞ്ഞതിനകത്ത് 2 കാര്യം. ഇത് തന്നെയാണ് നല്ലത്. നാളെ കാലത്ത് തീരുമാനിച്ചാൽ മതി. എന്നെ അല്ലെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം കാണത്തില്ല. അപ്പം കോർപ്പറേഷനിൽ BJP, കേന്ദ്രത്തിലും BJP. അതായത് MP ആകുന്നതിനും ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു സാധനം തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി എന്ന് തരൂർ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സാർ അത് കാണുന്ന വിഷയം കണ്ടത് മാത്രമല്ല, ഇതിനകത്ത് ഒരു പ്ലാനിങ് ഉണ്ട് പ്രശാന്ത്. അതായത് ഞാൻ പറയുന്നത് ഈ ദേശീയ തലത്തിൽ ഇവരുടെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയുന്നത് കൗശലത്തോടു കൂടി ചെയ്യുന്ന ആൾ അമിത്ഷായാണ്. ഈ അമിത്ഷായാണ് കേരളത്തിന് വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖർ, താങ്കൾ RC എന്ന് പറയുന്ന ആളിനെ ഇവിടെ കണ്ടുവച്ചിരിക്കുന്നത്. ഈ RCയോടെ പറഞ്ഞിരിക്കുന്നതും കൊടുത്തിരിക്കുന്നതുമായിട്ട് നിർദ്ദേശം അമിതമായ രാഷ്ട്രീയം നോക്കണ്ട, വികസനം നടപ്പാക്കാൻ കഴിയുന്ന ആൾക്കാർ വേണം മേയറായിട്ട് വരാനുള്ളതാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീലേഖയ്ക്ക് ഇവിടെ ചാൻസ് ഉണ്ട്. അവർ ശ്രീലേഖ IPS എന്നൊക്കെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതൊക്കെ വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ കരകയറി കഴിഞ്ഞു. ശ്രീലേഖ തന്നെ ആയിരിക്കും തിരുവനന്തപുരത്തിൻ്റെ മേയർ. തീർച്ചയായിട്ടും VV രാജേഷും ശ്രീലേഖയും തമ്മിലൊരു കോൺടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഉണ്ടെന്ന് വരുത്താൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു കോൺടെസ്റ്റും വരില്ല. കാരണം എന്ന് വെച്ചാൽ VV രാജേഷിന് ഇതിനേക്കാൾ ചേർന്ന പദവി എന്ന് പറഞ്ഞാൽ നിയമസഭയിലെ ഒരു സീറ്റാണ്. കാരണം രാഷ്ട്രീയമായിട്ട് പ്രശോഭിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിലും വളരെ ആക്റ്റീവായിട്ടൊരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലും ഊർജ്ജമുള്ള ഒരാളെന്നുള്ള നിലയിലും. അതേസമയം ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുഷി പോസ്റ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം എന്തെന്ന് വെച്ചാൽ ഈ നഗരത്തിൻ്റെ ആസൂത്രണം ഏത് രീതിയിലായിരിക്കണമെന്ന് IPS-കാരിയായാലും ശരി IAS-കാരി ആർക്കും വ്യക്തമായിട്ടൊരു മാർഗ്ഗനിർദ്ദേശമുണ്ട്. ഇവിടെ നമുക്ക് കൂടുതൽ വേണ്ടത് രാഷ്ട്രീയമല്ല, മറിച്ച് അഡ്മിനിസ്ട്രേഷനാണ്. പ്രഗത്ഭയായ ഒരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. ജയിൽ IG ആയിരുന്ന സമയത്തും അവരങ്ങനെ തന്നെയായിരുന്നു. DGPയുടെ ചുമതലയുള്ള ആളായിരുന്നപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. മാത്രമല്ല
അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ആറ്റുകാൽ ദേവി എന്ന് പറയുന്നത്. എല്ലാ വർഷവും അവർ ഞാൻ അറിയുന്നിടത്തോളം എല്ലാ വർഷവും അവർ പോയിട്ട് പൊങ്കാലയിടുന്ന സ്ഥലവുമാണ്. പിന്നെ പത്മനാഭ സഭിഷേകം, ഇതൊക്കെ ചേർന്നാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു സംസ്കാരവും അതിൻ്റെ ഒരു ഭൂപ്രകൃതി എല്ലാം തന്നെ സംശയമില്ലാത്ത കാര്യമാണ്. അതിന് വ്യക്തമായിട്ടൊരു ആസൂത്രണ പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയുന്ന, അഴിമതിയില്ലാതെ ഇവിടെ ഭരണം നടത്താൻ കഴിയുന്ന, വലിയ വിവാദങ്ങളിലേക്കൊന്നും പോവാതെ നമ്മുടെ ആര്യ രാജേന്ദ്രനെ പോലെ അഹങ്കാരത്തിലേക്കും പോകാതെ ശാന്തമായ രീതിയിൽ അവിടുത്തെ പൗരന്മാരുമായിട്ട് ഇഴുകിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് അവർ എന്നുള്ളതാണ് എൻ്റെ പരിഗണന. അപ്പോൾ പറഞ്ഞ വി രാജേഷ് നടപടിക്കനാണ്, പക്ഷേ അത്രയൊന്നും എനർജി ഇതിനു വേണ്ടിയിട്ട് കളയേണ്ട കാര്യമില്ല. വി രാജേഷ് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അമിത്ഷായുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച്, എത്ര എന്നുള്ളത് പറയുന്നില്ല, കുറച്ച് സീറ്റുകൾ പിടിക്കുക. അങ്ങനെ സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന 2031 തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നിരിക്കും. അങ്ങനെ വലിയൊരു കാൽക്കുലേറ്റഡ്, ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ല, വെറുതെ അല്ല, ഇപ്പോഴേ അതിനുള്ള പ്ലാനിങ് ഒക്കെ നടത്തിക്കൊണ്ട് അത് വളരെ ഉന്നത തലങ്ങളിൽ തന്നെ രഹസ്യമായിട്ട് നടത്തിക്കൊണ്ട് അത് പോകുന്നു. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് ചേരുവ എന്ന് പറയുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മുൻ ഡി ജി പി ശ്രീലേഖ തന്നെ. അത് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. അത് തർക്കത്തിലൊന്നും വലിയ കാര്യമല്ല. ഈ പറഞ്ഞ പോലെ, നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഈ 50 പേരിൽ 50 പേര് യോഗ്യരാണ്. പക്ഷേ ഇവരൊരു ഉൾക്കാഴ്ചയോടുകൂടി തന്നെയാണ് ഇവരെ വളരെ ജയിക്കാൻ സാധ്യതയുള്ള ശാസ്തമംഗലത്ത് തന്നെ നിയോഗിച്ചത്. അതിൻ്റെ പിന്നൊരു ഉദ്ദേശമുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് പിടിച്ച് ഇവിടെ നിർത്തിയതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർക്ക് പിന്നെ വി രാജേഷിൻ്റെ ഒരു ഗുണമെന്ന് കേരളമൊക്കെ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനോ ഓടിച്ചാടി നടന്ന് പ്രവർത്തിക്കാം. പ്രായം അതാണ്, ഇവരുടെ പ്രായം അതല്ല. ഇവിടെ സ്വസ്ഥമായിട്ടിരുന്നുകൊണ്ട് നഗരത്തിൻ്റെ പ്രശ്നങ്ങളറിയാം. കൊതുകായാലും തെരുവ് നായായാലും വെള്ളക്കുഴികളായാലും പാർവതി പുത്തനാറിൻ്റെ ക്ലീനിങ് ആയാലും എല്ലാം അറിയാം. പുണ്യപരിപാവന സ്ഥാനങ്ങളുടെ സുരക്ഷിതം തന്നെയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ ക്ഷേത്രം അവിടെ ഇരിക്കുകയാണ്, ശ്രീ പത്മനാഭൻ്റെ ക്ഷേത്രം. എത്ര കോടിയുടെ സ്വർണ്ണങ്ങളാണ് അതിൻ്റെ നിലവറയ്ക്കുള്ളിൽ, B നിലവറയിലുമായിട്ടുള്ളത്. അതിന് സംരക്ഷണം കൊടുക്കാൻ ഒരു IPS ഓഫീസർ തന്നെ വേണം. അല്ലെങ്കിൽ തീവ്രവാദികളാണെങ്കിലേ അത് വന്ന് അടിച്ചുകൊണ്ട് പോയാൽ ഇന്ത്യയുടെ അഭിമാനം തന്നെയല്ലേ ക്ഷയിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അനന്തപുരിക്ക് വേണ്ട ഇത് ഒരു നാഥയാണ്. ആ നാഥ തന്നെ അവിടെ വരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.